സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ചൂരൽമലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം കൽപ്പറ്റയിൽ എത്തിയിരുന്നു. അവിടെ ക്യാമ്പ് ചെയ്യുന്ന സംസ്ഥാന മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇവിടുത്തെ സ്ഥിതി വിവരങ്ങളൊക്കെ അവരുമായി ചോദിച്ചറിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ദുരന്തഭൂമിയിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. നേരത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ അവിടെ ഈ രക്ഷാപ്രവർത്തനം ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഏകോപനമൊക്കെയും നടക്കുന്നുണ്ടായിരുന്നു. തനിക്ക് സുഖമില്ലാതിരുന്നതിനാലാണ് നേരത്തെ എത്താൻ കഴിയാതിരുന്നത്. ഇപ്പോൾ ജോർജ് കുര്യന് പുറമെ താൻ കൂടി അവിടേക്ക് ആ ഒരു ഏകോപനത്തിന്റെ ഭാഗമായി എത്തുന്നു എന്നുള്ളതാണ് നേരത്തെ മാധ്യമങ്ങളോട് ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞത്. എന്തായാലും മന്ത്രിമാരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം സുരേഷ് ഗോപി ഇപ്പോൾ ചൂരൽമലയിലേക്ക് എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജനപ്രതിനിധികൾ, നേതാക്കന്മാർ, മന്ത്രിമാരൊക്കെയും അവിടേക്ക് വയനാട്ടിൽ ആ ദുരന്തഭൂവിൽ പകച്ചു നിൽക്കുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ, അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ, അവിടുത്തെ രക്ഷാപ്രവർത്തനം വിലയിരുത്തുവാനൊക്കെ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. MS അനീഷ് കുമാർ അവിടെ നിന്ന് ചേരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനീഷ്, ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ ഓരോ ദിവസം കഴിയുന്തോറും അവിടേക്ക് എത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. അത്തരത്തിൽ വളരെ ഊർജിതമായ രക്ഷാപ്രവർത്തനം 6ാം നാളും പുരോഗമിക്കുമ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും 6ാം ദിവസവും ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നു. ഇപ്പോൾ തന്നെ നിലവിൽ സേനാംഗങ്ങളും ഒപ്പം സന്നദ്ധ പ്രവർത്തകരുമൊക്കെ ഈ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന ഏതാണ്ട് ഈ പള്ളിക്ക് സമീപമുള്ള മസ്ജിദിന് സമീപമുള്ള മുണ്ടക്കൈ ഭാഗത്ത് നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരു വട്ടം 2-3 വട്ടങ്ങളൊക്കെ മണ്ണുമാന്തി പരിശോധിച്ച ഇടങ്ങളാണ്. വീണ്ടും അത് മറ്റൊരിടത്തേക്ക് മാറുകയും അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലിറക്കി പരിശോധന നടത്തുകയും ചെയ്യുന്ന രീതിയാണ്. കാരണം വലിയ മൺകൂനകളാണ് ചെളി അടിഞ്ഞ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അത് വീണ്ടും മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. ഒപ്പം മാറ്റിയിട്ടിരിക്കുന്ന മൺകൂനകളിൽ വീണ്ടും മൺവെട്ടിയും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഇളക്കി മാറ്റിയുള്ള പരിശോധനകളും നടത്തുന്നുണ്ട്. എന്തായാലും രാവിലെ മുതൽ തന്നെ വളരെ സജീവമായ പരിശോധനകൾ നടത്തുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള അവരുടെ ഈ സന്ദർശനത്തെയും വളരെ പോസിറ്റീവായാണ് ഈ നാട്ടുകാർ കാണുകയും ചെയ്യുന്നത്, രക്ഷാപ്രവർത്തകരൊക്കെയും കാണുകയും ചെയ്യുന്നത്. കാരണം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഈ ദുരന്തമുണ്ടായതിന് തൊട്ട് പിന്നാലെ ഉയർന്നു കഴിഞ്ഞിരുന്നു. കാരണം വളരെയധികം ആളുകളാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഒപ്പം ഇപ്പോഴും കാണാമറയത്ത് അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണവും വളരെ വലുതാണ്. അതുകൊണ്ട് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശ്രമകരമായ രക്ഷാ ദൗത്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഭാഗങ്ങളിൽ നടക്കുന്നത്. സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടക്കുന്നു. നമുക്കറിയാം, റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള മണ്ണിനടിയിലെ ചലനങ്ങൾ അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസങ്ങൾ എന്നിവ പരിശോധിക്കുന്നു. മണം പിടിക്കാൻ ശേഷിയുള്ള, മനുഷ്യഗന്ധം തിരിച്ചറിയാൻ ശേഷിയുള്ള നായ്ക്കളെ ഉപയോഗിച്ച് മണം പിടിച്ച് മനുഷ്യഗന്ധം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഡ്രോൺ ക്യാമറകൾ ഓരോ സമയത്തും പറത്തി ഉള്ള പരിശോധനകൾ നടത്തുന്നു. അങ്ങനെ സമഗ്രമായ ലഭ്യമാവുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുമ്പോൾ ഇനിയും എന്തെങ്കിലും മണ്ണിനടിയിൽ നിന്നും ജീവനോ അല്ലെങ്കിൽ ജീവനില്ലാതെയോ ഒക്കെ ആണെങ്കിൽ പോലും മണ്ണിനടിയിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. സന്നദ്ധ പ്രവർത്തകരായ ആളുകൾ ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ആദ്യം ഇവിടേക്ക് എത്തിയത് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഫയർഫോഴ്സിലെയും പോലീസിലെയും NDRFിലെയും ആർമിയുടെയും ഒക്കെ ആളുകളാണ് ആദ്യം എത്തിയത്. ഒപ്പം ഈ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി അവർ മണ്ണ് ഇളക്കി മാറ്റിയുള്ള പരിശോധന ആരംഭിച്ചു. തൊട്ടു പിന്നാലെ ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരും എത്തിയിരിക്കുന്നു. അവരും ഇനി ഓരോ ഇഞ്ച് ഇടങ്ങളിലും അതിന്റെ പരിശോധനകൾ നടത്തും. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാം. നമ്മുടെ സമീപത്ത് കരിക്ക് ഇന്നലെ സന്നദ്ധ സംഘടനകൾ ഈ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചു കൊടുക്കുന്നു. ആ ഭാഗം വൃത്തി